ഞാൻ കുറച്ചധികം കൺഫ്യൂസ്ഡ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു സ്കേർട്ട് പർച്ചേസ് ചെയ്തത്. കാരണം എന്റെ ഒരു ബോഡി ടൈപ്പിന് സ്കേർട്ട് ചേരില്ല എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഈ ഒരു സ്കേർട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് ഞാനിത് വാങ്ങിയത്. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെയാണ് കേട്ടോ ഞാൻ ഇതുപോലെ സ്കേർട്ടും ടോപ്പും എല്ലാം വെയർ ചെയ്തത്. അതിനുശേഷം ഞാൻ അങ്ങനെ സ്കേർട്ട് യൂസ് ചെയ്യാറില്ല. കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വേറെ നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നല്ല ലെങ്ത്തും ഉണ്ട്, അതേപോലെ നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള ഒരു സ്കേർട്ടും കൂടിയാണ്. ഞാൻ ഇപ്പൊ ക്രോപ്പ് ടോപ്പിന്റെ കൂടിയാണ് സ്റ്റൈൽ ചെയ്ത്. ഇനി നമുക്ക് വേറൊരു ടോപ്പും കൂടി വെയർ ചെയ്ത് നോക്കാം. ഈ ഒരു വൈറ്റ് ടോപ്പിന്റെ കൂടിയും എനിക്ക് ഈ സ്കേർട്ട് മാച്ച് ചെയ്യുന്ന പോലെ തോന്നിട്ടോ. കാരണം ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ വൈറ്റ് ടോപ്പിന്റെ കൂടെ സ്കേർട്ട് വെയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു എത്നിക് ഫീൽ ആണ് കേട്ടോ വരുന്നത്. ഇതൊരു പേസ്റ്റൽ കളറിൽ വരുന്ന ഒരു സ്കേർട്ട് ആണ് കേട്ടോ. ഈ ഒരു സ്കേർട്ട് വെയർ ചെയ്തപ്പോൾ തന്നെ എന്റെ ബോഡിക്ക് അത്ര സ്യൂട്ട് ആവാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. ക്രോപ്പ് ടോപ്പിന്റെ കൂടെ വെയർ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്റെ ബോഡിക്ക് ഇത് സ്യൂട്ട് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എന്റെ ഡൗട്ട്. ഈ ഒരു സ്കേർട്ട് കാണുമ്പോൾ നമുക്ക് മെറ്റീരിയൽ കോട്ടൺ ആയിട്ട് തോന്നും. പക്ഷെ കോട്ടൺ അല്ല മെറ്റീരിയൽ വരുന്നത്. ഒരു ഷിഫോൺ ടൈപ്പാണ് മെറ്റീരിയൽ വരുന്നത്. ഈ സ്കേർട്ട് മിക്കവാറും ഞാൻ റിട്ടേൺ ചെയ്യാനാണ് ചാൻസ്. കാരണം എനിക്കിത് അത്ര സ്യൂട്ട് ആവാത്ത പോലെയാണ് തോന്നുന്നത്. ഇനി നിങ്ങൾ കമന്റ് ചെയ്യും എനിക്കിത് സ്യൂട്ട് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. രണ്ട് സ്കേർട്ടിന്റെ ലിങ്ക് ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്യാം. നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ബൈ.